ഹലോ, ഞാനിതേ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാ കേട്ടോ. പലഹാരം എന്ന് പറഞ്ഞാൽ ഒരു ചായക്കടി, ചെറുതായിട്ടൊരു ചായക്കടി. അതിന് റേഷനരി ആണിത്. നന്നായി 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതങ്ങനെ വറക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി ബ്രൗൺ കളറായി വറക്കണം. അതുപോലെ അങ്ങനെ ഇടയ്ക്ക് സിമ്മിൽ കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിനാവശ്യമായ സാധനങ്ങൾ വെല്ലം, തേങ്ങ, അത്രയേ വേണ്ടു. ഞാൻ കാണിച്ചു തരാം. ഏലക്ക ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ അടുത്ത് ഏലക്ക ഇല്ല കേട്ടോ. ഈ വെല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മില്ലിൽ എല്ലാ സാധനങ്ങളും കിട്ടും. വെളിച്ചെണ്ണ, മുളക് പൊടി, മസാലപ്പൊടികൾ, അവിൽ, അങ്ങനെ എല്ലാ സാധനങ്ങളും. അതിൽ വെല്ലം ഉണ്ട് കേട്ടോ. അതിൽ അവിടുന്ന് വാങ്ങിയിട്ട് വന്നതാണ് ആ മില്ലിൽ നിന്ന്. നോക്കൊരു കറുപ്പ് വെല്ലം, നല്ല വെല്ലം എന്നാണ് പറയണത്. ആദ്യമായിട്ട് ഭയങ്കരമൊക്കെയാണ്, നോക്കട്ടെ. പിന്നെ ഈ പലഹാരമില്ലേ, അത് ഞാൻ ഒരാൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ചേച്ചി തൃശ്ശൂരാണ്. സ്വന്തം ചേച്ചി എന്ന് പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കേണ്ട, അത് കുറേ ചേച്ചിമാർ എനിക്കുണ്ട്. അപ്പോൾ സ്വന്തം ചേച്ചി, എൻ്റെ പേരക്കുട്ടി പറയേ, അവൾക്ക് നിറയെ അമ്മൂമ്മമാരുണ്ട്. എൻ്റെ 2 അനിയത്തിമാരും അവൾക്ക് അമ്മൂമ്മയാണ്. വലിയ അമ്മൂമ്മയുണ്ട്, എൻ്റെ ചേച്ചി അമ്മൂമ്മയാണ്. അപ്പോൾ എല്ലാവരും കുറേ അമ്മൂമ്മമാരുണ്ട്. സ്വന്തക്കാരിലും അവിടെ നാട്ടുകാരിലും ഒക്കെ അവൾക്ക് അമ്മൂമ്മമാരാണ്. അപ്പോൾ അവൾ എന്നെ തനിയെ വിളിക്കണമെന്ന് അറിയാം. എൻ്റെ സ്വന്തം അമ്മൂമ്മയാണ് പറയും. എന്നാൽ എൻ്റെ സ്വന്തം ചേച്ചി തൃശ്ശൂരുണ്ട്. അവർ ഉണ്ടാക്കിയിട്ട് നീ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ഇടുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാട്ടോ അത് ഉണ്ടാക്കുന്ന ചേച്ചി പറഞ്ഞത്. അതേപോലെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ആയി വരുന്നുണ്ട്, പിടിപിടി പൊട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ബ്രൗൺ കളർ ആവട്ടെ. എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ, ലൈക്ക് അടിക്കൂ. എന്നാലല്ലേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ പാചകം ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ. എല്ലാവരും കാണൂ കേട്ടോ വീഡിയോ. ആ പിടി പൊട്ടൽ നിൽക്കട്ടെ. എന്നിട്ട് ഇച്ചിരി കൂടെ ചോക്കൂട്ടിലേക്ക് ചോന്നിട്ടുണ്ട്. നല്ല പൊട്ടൽ നിന്നിട്ടില്ല. കേൾക്കുന്നുണ്ട് ശബ്ദം? അത് കണ്ടില്ലേ? അത് നിൽക്കട്ടെ അല്ലേ, അതുപോലെ വറക്കാം നമുക്ക് കേട്ടോ. പൊട്ടലൊക്കെ നിന്നു. ഞാൻ ഓഫ് ചെയ്യാണ് ഗ്യാസ്. ഒന്ന് ആറിയ ശേഷം മിക്സിയിൽ പൊടിക്കാം കേട്ടോ. എന്നിട്ട് ഇട്ടുന്നത് കാണിച്ചു തരാം. ഞാൻ അരിയുടെ അളവ് പറഞ്ഞിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര എടുത്തോളൂ. ഇതിപ്പോൾ ഞാൻ 1.25 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. മുറുക്ക ഞാൻ നോക്കിയിട്ടേ എടുക്കുള്ളൂ, കാരണം തേങ്ങ കുറച്ചേ ഉള്ളൂ. അതനുസരിച്ചേ എടുക്കുള്ളൂ. കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ വെല്ലം എങ്ങനെ പൊടിച്ചത് കണ്ടോ? ആ കവറിനുള്ളിൽ തന്നെ ഇട്ടിട്ട് ഇതുകൊണ്ടൊന്ന് കുത്തി കിട്ടും. അങ്ങനെ ഇട്ട് മിക്സിയിലിട്ടൊന്ന് തിരിച്ചാൽ മതിയല്ലോ. ഇതാട്ടോ പൊടിച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും ഇതും കൂടെ ഒന്ന് തിരിക്കട്ടെ കേട്ടോ. ഇതിൽ ഇതാട്ടോ, ഞാൻ വെല്ലവും കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് മിക്സി തിരിച്ചു. എന്നിട്ട് കുറച്ച് തേങ്ങ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പിടിച്ച് ഉരുട്ടുകയാണ് കേട്ടോ. കുഴക്കട്ടെ ഒന്ന്. കേട്ടോ, ഇതങ്ങനെ ഉരുട്ടിയിട്ട് ഇതാണ് അരിയുണ്ട. മുഴുവൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഏലക്കാപ്പൊടി കൂടി ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ. പക്ഷേ ഏലക്കാപ്പൊടി ഇല്ല, ഏലക്കയില്ല. എന്താ ചെയ്യുക, ഞാൻ ഇട്ടൊന്നും ഇവിടെ കാണാനില്ല, പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ അച്ഛനും പേരക്കുട്ടികളും, മുത്തശ്ശനും പേരക്കുട്ടികളും. ഇതാട്ടോ അരി ഉണ്ടാക്കി കഴിഞ്ഞു. ഹലോ, ഞാൻ ഇതിനേക്കാളിൽ ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കി ഇട്ട ഇവിടെ സാധനം കാണാനില്ല. ഞാൻ ഇതിനേക്കാളിലൊക്കെ ഉണ്ടാക്കി കേട്ടോ.